നമസ്കാരം. പോലീസ് ഉദ്യോഗസ്ഥരടക്കം ചേർന്ന വലിയ ഗൂഢാലോചനയാണ് ദിലീപിനെതിരെ നടന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ബി രാമൻപിള്ള പറയുന്നത്. അദ്ദേഹം ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നില്ല, അസുഖബാധിതനായിരുന്നു. അതിനുശേഷം മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യമാണ്. ഒരു പ്രമുഖയായ പോലീസ് ഉദ്യോഗസ്ഥ അടക്കം ഈ വിഷയത്തിൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തു, കഥകൾ മെനഞ്ഞു, പലതരത്തിൽ കള്ളത്തെളിവുകളും കള്ള വാക്കുകളും ഉണ്ടാക്കി, കള്ളസാക്ഷികളെ സൃഷ്ടിച്ചു, പലരെയും ഇറക്കുമതി ചെയ്തു. ഇതൊക്കെ തന്നെയാണ് ദിലീപിന്റെ അഭിഭാഷകൻ പറയുന്നത്. ഇതിനിടയ്ക്ക് ഒരു വ്യക്തിയുടെ പേര് പരാമർശിക്കാത്ത തരമില്ല. അയാളുടെ പേര് ബാലചന്ദ്രകുമാർ എന്നാണ്. അയാൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല. വൃക്കരോഗബാധിതനായി അദ്ദേഹം മരിച്ചുപോയി. ഇദ്ദേഹം ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ പ്രത്യക്ഷപ്പെടുകയും ഇദ്ദേഹം സംവിധായകനാണ്, എഴുത്തുകാരനാണെന്നൊക്കെയാണ് പറയുന്നത്. ഇദ്ദേഹം ഏത് ചിത്രം സംവിധാനം ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. ചെയ്തെങ്കിൽ അതറിയാമെങ്കിൽ, പ്രേക്ഷകർക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. തിരക്കഥാകൃത്താണെന്നൊക്കെയാണ് പറയുന്നത്. ഇയാൾ ഒരു കൂട്ടം തെളിവുകളുമായി തിരുവനന്തപുരത്തെ ഒരു മാധ്യമത്തിന്റെ ഓഫീസിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ ചെല്ലുന്നു, മറ്റ് മാധ്യമങ്ങളെ സമീപിച്ചു. അവരാരും ഈ തെളിവുകൾ അംഗീകരിച്ചില്ല, എന്നെ പറഞ്ഞു വിട്ടു, നിങ്ങൾ ഇത് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇന്റർവ്യൂ കൊടുക്കുകയായിരുന്നു ആ മാധ്യമത്തിന്. ആ മാധ്യമം അന്നല്പം ബുദ്ധിമുട്ടിലായിരുന്നു. ഇന്ന് അവർ വലിയ സെറ്റപ്പിലായി മാറി. എന്തൊക്കെയായാലും ഈ ബാലചന്ദ്രകുമാറിനെ ഇറക്കിയത് ആരാണ്? ഒരു സുപ്രഭാതത്തിൽ ഒരു വ്യക്തി പ്രത്യക്ഷപ്പെട്ട് ഇത്തരം ആരോപണങ്ങൾ ഒരു നടനെതിരെ ഉന്നയിക്കുന്നു. അതും നട്ടാൽ കേൾക്കാത്ത നുണയാണ് എന്നുള്ള കാര്യം അയാളുടെ ശരീരഭാഷയിൽ തന്നെ മനസ്സിലായതുമാണ്. ഇയാൾ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്ന് വലിയ വാഗ്വാദങ്ങളൊക്കെ നടത്തി. ആളൊരു പാവമാണ് എന്ന് തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. പക്ഷെ അതിനകത്തൊക്കെ തന്നെ പലതുമുണ്ട് എന്നുള്ള കാര്യമാണ് അന്ന് അത് കണ്ടവർക്കൊക്കെ മനസ്സിലായത്. വലിയ തെളിവുകളുണ്ട്, ഞാൻ നേരിട്ട് കണ്ട പല കാര്യങ്ങളുമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഒരു അർത്ഥവുമില്ലാതെ, എന്നാൽ അർത്ഥശങ്കയ്ക്കിടയില്ലാതെയാണ് പല കാര്യങ്ങളും ഇയാൾ പ്രതികരിച്ചത്. ഈ മനുഷ്യനെ ഇറക്കിയതിനു പിന്നിലും ഒരു ഗൂഢാലോചനയില്ലേ? അതായത് വിശ്വാസയോഗ്യമായ തെളിവുകൾ നിരത്തി, എന്നാൽ താനൊരു പാവമാണ്, താൻ സത്യമേ പറയൂ എന്ന തോന്നൽ ഉണ്ടാക്കുന്ന രീതിയിൽ. കാരണം മറ്റൊരു സെലിബ്രിറ്റി ഇത് പറഞ്ഞാൽ അതിനകത്ത് വേറെന്തെങ്കിലും വേണമെങ്കിൽ ആരോപിക്കാം. പക്ഷെ ഒരു സാധാരണക്കാരനായ, എന്നാൽ ചലച്ചിത്ര പ്രവർത്തകൻ, ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തി ഇത് പറഞ്ഞാൽ അത് പൊതുസമൂഹവും അതുപോലെ തന്നെ അന്വേഷണ സംഘവും ഒക്കെ വിശ്വസിക്കും എന്ന ധാരണ പരത്തക്ക രീതിയിൽ ഒരു വിശ്വാസയോഗ്യനായ ഒരു ആളെ ഇറക്കിക്കൊണ്ട്, സാക്ഷിയെ ഇറക്കിക്കൊണ്ട് എന്ത് കളിയാണ് കളിച്ചത്? പക്ഷെ അതൊന്നും തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതുവരെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകളോ രേഖകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഏശിയില്ല എന്നതാണ്. കാരണം അതിനകത്തൊന്നും സത്യമില്ല എന്നുള്ള കാര്യം കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടുകൂടിയാണ് വെറുതെ വിട്ടത്. അല്ലാതെ കോടതിക്ക് ദിലീപിനോട് പ്രത്യേക സ്നേഹമോ കരുതലോ ഉള്ളത് കൊണ്ടല്ല എന്നുള്ള സാമാന്യ തത്വം നമ്മൾ മനസ്സിലാക്കണം. ബാലചന്ദ്രകുമാറിനെ പോലെ എത്ര പേർ ദിലീപിനെതിരെ, എത്ര പേർ എവിടെയെല്ലാം വന്നിരുന്ന് എന്തൊക്കെ ബഹളം കൂട്ടി. ചാനൽ ചർച്ചകളിൽ ദിലീപിനെതിരെയുള്ള ആളുകളായിരുന്നു കൂടുതലും. അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ഒന്നോ രണ്ടോ പേർ മാത്രമേ ഒന്ന് സംസാരിച്ചുള്ളൂ എന്നാണ് നമ്മുടെ അറിവ്. മാത്രമല്ല, ഈ ബാലചന്ദ്രകുമാർ നിരവധി പീഡന കേസുകളിലും ഒക്കെ തന്നെ കുറ്റാരോപിതനായ വ്യക്തി കൂടിയാണ്. ഇയാൾ വീട്ടുജോലിക്ക് നിർത്തി ഒരു ലോഡ്ജിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച ഒരു സ്ത്രീ അന്ന് ഒരു മാധ്യമത്തിൽ വന്നിരുന്ന് ഇയാൾക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചു. ഇയാൾ ഒരു സ്ഥിരം പീഡകനാണ് എന്ന് പറഞ്ഞു. DGP നേരിട്ട് കണ്ട അടക്കം ആ സ്ത്രീ പരാതി നൽകുകയും ചെയ്തു. ആ അന്വേഷണവും എങ്ങും എത്തിയില്ല. ആ അന്വേഷണം എവിടെ പോയി എന്ന് ഇപ്പോഴും നമുക്കാർക്കും അറിയില്ല. ആ സ്ത്രീയെക്കുറിച്ചും വിവരമൊന്നുമില്ല. അപ്പം അത്തരക്കാരെ ഇറക്കി ഈ ഒരു കേസിനെ അട്ടിമറിക്കാൻ, ദിലീപിനെതിരെ തിരിക്കാൻ പലരും ശ്രമിച്ചു. ചില പോലീസ് ഉദ്യോഗസ്ഥർ, ചില രാഷ്ട്രീയക്കാർ, അതുപോലെ തന്നെ ചില സിനിമാ മേഖലയിലുള്ള ആളുകൾ അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ട് ഈ കേസിനെ എങ്ങനെങ്കിലും ദിലീപ് എന്ന വ്യക്തിയെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പല ഗൂഢാലോചനകൾ നടത്തി എന്നുള്ള വാദമാണ് ദിലീപിന്റെ അഭിഭാഷകൻ ബി രാമൻപിള്ള ഉന്നയിക്കുന്നത്. എന്തായാലും കേസ് ഇനിയിപ്പോൾ അടുത്ത മേൽക്കോടതിയിലേക്കും, കേസ് അവസാനിച്ചിട്ടില്ല, മേൽക്കോടതിയിലേക്കും ഹൈക്കോടതിയിലേക്കും അതുപോലെ സുപ്രീം കോടതിയിലേക്കും ഒക്കെ പോകാനുള്ള സാധ്യതകൾ ഉണ്ട്. നീതിയും ന്യായവും എവിടെയായാലും ഇപ്പം ജില്ലാ കോടതിയുടെ വളരെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ്. അത് വിശദമായി പരിശോധിച്ചു മാത്രമേ ഹൈക്കോടതി എന്തായാലും ആ അപ്പീൽ ഹർജി സ്വീകരിക്കണോ വേണ്ടിയോ തീരുമാനിക്കുകയും അതേ തുടർന്നുള്ള വാദം കേൾക്കുകയും ഒക്കെ ചെയ്യുകയുള്ളൂ. കാരണം ഇതിന്റെ ഈ ജഡ്ജ്മെന്റിന്റെ വാദവും മറ്റു കാര്യങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് മാത്രം, കാരണം ഇവിടുത്തെ ജഡ്ജിയുടെ ഫൈൻഡിങ്സും മറ്റു കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഹൈക്കോടതി ജഡ്ജി അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ച് ആയാലും ഈ ഒരു കേസ് കൈകാര്യം ചെയ്യൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം ബാലചന്ദ്രകുമാറിനെ അല്ല, ഒരുപാട് പേരെ ഇറക്കിയിട്ടും, ലോറി കണക്കിന് ആൾക്കാരെ ഇറക്കിയിട്ടും ദിലീപിനെതിരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള ഖേദം ഗൂഢാലോചന നടത്തിയവർക്ക് ഉണ്ടാകുമായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ